നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭാഗ്യേശൻ, അതായത് 9th ഹൗസ് ലോർഡ്, അതായത് 9ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്തൊക്കെയാണ് ഫലം എന്നുള്ളത് നോക്കാം. ഭാഗ്യം, ഈശ്വരാനുഗ്രഹം, മുൻജന്മ സുകൃതം, അച്ഛൻ, അതുപോലെ തന്നെ ഗുരു ഇത്യാദി വിഷയങ്ങളെ പ്രധാനമായിട്ട് പ്രകൃതിയുടെ സപ്പോർട്ട്, ഇതൊക്കെ ചിന്തിക്കുന്നൊരു ഭാവമാണ് 9. അതിൻ്റെ അധിപൻ വിവിധ ഭാഗങ്ങളിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗ്യേശൻ 1ാം ഭാവത്തിലും ഭാഗ്യേശേ ലഗ്നഗേ ദേവാൻ ഗുരുശ്ച മാനികോ. ഭാഗ്യേശൻ ലഗ്നത്തിൽ നിന്നാൽ ദേവാൻ ഗുരുശ്ച, ദേവന്മാരെയും, അതായത് ഈശ്വരഭക്തനായിരിക്കും, സ്പിരിച്വൽ ആയിരിക്കും, ഗുരുജനങ്ങളെയും, ദേവാൻ ഗുരുശ്ച മാനികോ, അതായത് ഗുരുജനങ്ങളെയും മാനിക്കുന്നവൻ ആയിരിക്കും. ബലി കൃപണോ, അഭിമാനിയും ബലശാലിയുമായിരിക്കും, രാജതുല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, സ്വൽപ്പഗ്രാസി, സ്വൽപ്പമായിട്ട് ആഹാരം, മിതമായിട്ട് മാത്രം ആഹാരം കഴിക്കുന്നവനായിരിക്കും, ചിലപ്പോൾ പണം ചെലവാക്കാൻ മടിയുള്ളവരുമായേക്കാം. കൃപണോ എന്ന് പറഞ്ഞൊരു ഇതും കൂടെ പറയുന്നുണ്ട്. കൃപൻ, അതായത് സാമ്പത്തികം ചെലവാക്കാൻ ഒരു ഇച്ചിരി മടിയുള്ളവരും ആയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗ്യേശൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ ഈശ്വരഭക്തനാവും, ഗുരുജനങ്ങളെ മാനിക്കുന്നവനാവും, അഭിമാനിയാവും, ബലശാലിയാവും എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനെ നമ്മൾ ഇന്നത്തെ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെൽഫ് മെയ്ഡ് വ്യക്തിത്വമാവും എന്നുള്ളതാണ്. കാരണം ഈശ്വരഭക്തനാവണം, ഗുരുജനങ്ങളെ മാനിക്കുന്നവനാവണം, അഭിമാനിയാവണം, ബലശാലിയായിരിക്കണം, രാജതുല്യമായിട്ടുള്ള പദവികളെ അലങ്കരിക്കുന്നവനാവണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് റിയലൈസേഷൻ വരണം. ആ റിയലൈസേഷൻ വന്നാൽ മാത്രമേ ഈ ഒരു അവസ്ഥയിലേക്ക്, ചുമ്മാതൊരു ആളങ്ങനെ ആ ഒരു സ്ഥാനത്ത് വരില്ല. അപ്പം ഒരുപാട് റിയലൈസേഷനിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുള്ളത്. അപ്പം ഇവിടെ ഭാഗ്യം, സെൽഫ് മെയ്ഡ് ആയിരിക്കും, ഭാഗ്യം ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ കൃപണൻ എന്ന് പറയുന്ന വാക്കിന് പണ്ട് കാലത്ത് കൃപണന് പിശുക്കൻ എന്നൊരർത്ഥമാണ്. പക്ഷെ വേറൊരു കാര്യവും കൂടിയുണ്ട്. സ്വന്തം ഐഡൻറ്റിറ്റിയും മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ തുറന്നു കാണിക്കാത്തവരും, അതുപോലെ തന്നെ അറിവും പെട്ടെന്ന് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ മടിയുള്ളവരും, നേതൃപാഠമുള്ളവരും, പ്രകൃതിയാൽ തന്നെ ഇവർക്കൊരു അനുഗ്രഹവും പ്രൊട്ടക്ഷനും ഉള്ളവരും ആയിരിക്കും എന്നുള്ളതാണ്. വാസ്തവത്തിൽ 9ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നതും അച്ഛൻ വഴി, ഗുരു വഴിയൊക്കെ അനുഗ്രഹം കിട്ടാനുള്ള ഒരു യോഗവുമാണ്. അതിനകത്തൊരു കാർമ്മിക പുണ്യമായിട്ട് എനിക്ക് തോന്നുന്നത് 9th ഹൗസിലോട് ബലവാനായിട്ട് ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള വലിയ ആത്മീയമായിട്ടുള്ള, അല്ല പ്രകൃതിയെ സ്നേഹിച്ചതിൻ്റെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചതിൻ്റെ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചതിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഈ ജന്മത്തിൽ ഇവർക്ക് ഉയർന്ന ജന്മസിദ്ധമായിട്ടുള്ളൊരു നന്മയും കഴിവും, ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടാനുള്ള ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഈശ്വരാനുഗ്രഹം ഇവർക്കുണ്ടാവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതെനിക്ക് അനുഭവമുണ്ട് പലരുടെ കാര്യത്തിലും, അത് ഉറപ്പാണ്. ഇവരുടെ കാർമിക് ഡെപ്റ്റ്, അത് കാർമിക് മെറിറ്റായിട്ട് നോക്കാം നമുക്ക്. എന്നാൽ 9ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്ന് കുറച്ച് ബലക്ഷയമൊക്കെ ഉണ്ടെങ്കിലും മുൻജന്മത്തിൽ ലഭിച്ച ഭാഗ്യവും അറിവും സമൂഹത്തിന് നൽകാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചതിൻ്റെ ഒരു കടമായിട്ടും ഇവിടെ കിടപ്പുണ്ടെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ ജന്മത്തിൽ മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം പോരാടി വളരേണ്ട ഒരാവശ്യവും ഇവർക്കുണ്ടാകും എന്നുള്ളതാണ്. ഒരു ഈശ്വരൻ്റെ അല്ലാതെ വേറെ ആരുടെയും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള അത് കാരണം പൂർവജന്മാർജിതമായിട്ട് കിട്ടിയ ഈശ്വരാനുഗ്രഹങ്ങളും സുഹൃതങ്ങളും
സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ടും അതുപോലെ തന്നെ മുൻജന്മത്തിൽ ചെയ്ത വലിയ ആത്മീയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും ഉള്ള സുഹൃതങ്ങളും രണ്ടും ഒരുമിച്ച് കിടക്കും. ഇപ്പോൾ പൂർണ്ണമായിട്ട് 9-ാം ഭാവാധിപൻ ഒരു തരത്തിലുള്ള ഭാവബന്ധം ഇല്ലെങ്കിൽ കർമ്മപുണ്യമാണ് ലഗ്നം സർവ്വ വിഷയവും ചിന്തിക്കണമെന്നാണ്, സർവ്വ അനുഗ്രഹത്തോടുകൂടി അവർ വളരും. എന്നാൽ ലഗ്നത്തിൽ പാപബന്ധത്തോടു കൂടിയിട്ടാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം പോരാടി വളരേണ്ടതായിട്ട് വരികയും ചെയ്യും. വളരെ ചെറുപ്പത്തിൽ ഒരു സപ്പോർട്ടോടു കൂടി വളരാമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിരുന്ന ആൾക്കാർ പിന്നീട് ഒരു സമയം കഴിയുമ്പം സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്, സപ്പോർട്ട് ആഗ്രഹിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം പോരാടി വിജയിക്കാനുള്ള അവസ്ഥയിലേക്ക് അവരെത്തുകയും ചെയ്യും. അപ്പം അഹംഭാവം വെടിയുക, അറിവും സമ്പത്തും സമൂഹത്തിനായിട്ടും പ്രകൃതിക്കായിട്ടും അതുപോലെ അവനവനായിട്ടും ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ലഗ്നാധിപൻ അനുഗ്രഹിക്കും. 9-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നതും വളരെ വിശേഷപ്പെട്ടൊരു അനുഗ്രഹമാണ്. ചില ആൾക്കാർക്ക് ലഗ്നാധിപൻ 9-ലും 9-ാം ഭാവാധിപൻ ലഗ്നത്തിലും ഒക്കെ നിൽക്കും. അല്ലെങ്കിൽ ലഗ്നാധിപൻ്റെ നക്ഷത്രത്തിൽ 9-ാം ഭാവാധിപൻ 9-ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ ലഗ്നാധിപനും തിരിച്ചും പരിവർത്തനമൊക്കെ ചെയ്യും. വളരെ അനുഗ്രഹമാണത്. വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാർക്കാണത് ഉണ്ടാവുന്നത്. ലഗ്നാധിപൻ 9-ലും 9-ാം ഭാവാധിപൻ ലഗ്നത്തിലും. ഈ ഭാഗ്യം എന്ന് പറയുമ്പം ഈ പൊസിഷനിലേക്കൊക്കെ ഒരാൾ വെറുതെ എത്തില്ല. ഒരു ധാരണയുണ്ട്, ഒരാളുടെ ജീവിതത്തിൽ മഹാഭാഗ്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് നമ്മൾ കിടന്നുറങ്ങി ഉറങ്ങിയാൽ അത് നടക്കും എന്നുള്ളതാണ്. ഒരിക്കലും അതിനെ ഭാഗ്യമായിട്ട് കൂട്ടണ്ട. അതായത് ഒരു ലീഡർഷിപ്പ് നേതൃപാടവം ഉണ്ടാവണം, രാജതുല്യനായി വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അയാൾ നന്നായിട്ട് കഷ്ടപ്പെടും എന്നുള്ളതാണ്. കഷ്ടപ്പെടാതെ അവിടേക്ക് എത്തില്ല. പക്ഷെ അത് കഷ്ടപ്പാടാണെന്ന് അവർക്ക് തോന്നില്ല എന്നുള്ളതാണ്. അവരതിൽ ആസ്വദിക്കും, ആ ജോലിയിൽ അവർ മിടുക്കനായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നേതൃത്വ പാടവത്തിലേക്കും അല്ലെങ്കിൽ നല്ല പൊസിഷനിലേക്കുമൊക്കെ ഇവർ എത്തുകയും ചെയ്യും. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ആൾക്കാർ മടി പിടിച്ചിരിക്കാൻ, വെറുതെ ഇരിക്കാൻ ഇഷ്ടമായതുകൊണ്ട്, എനിക്കടക്കം വെറുതെ ഇരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമുക്കൊരു വിചാരമുണ്ട്, ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചാൽ കുറച്ച് കരഞ്ഞാൽ ഭഗവാൻ അതുപോലെ തരും, ഭഗവാൻ അനുഗ്രഹിക്കും. പക്ഷേ ചെയ്യേണ്ട കർമ്മം ചെയ്യണം, നമ്മൾ ചെയ്യാനുള്ള കർമ്മം ചെയ്യണം. അതിനുള്ള അനുഗ്രഹം ഏതെങ്കിലും വഴിക്കൂടെ വന്നുകൊള്ളും. അപ്പം ഇനി നമുക്ക് ഭാഗ്യേശൻ 2-ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. ഭാഗ്യേശേ ധനകേ ഖ്യാത സുശീല സുകൃതി സുധി. അപ്പം ഭാഗ്യേശൻ 2-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഖ്യാതി നേടും എന്നാണ്, പ്രശസ്തനാവും. 9-ാം ഭാവാധിപൻ 2-ൽ നിന്നാൽ പ്രശസ്തനാവും, സത്സ്വഭാവിയായിരിക്കും, ബലവാനാണെങ്കിലാട്ടോ. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവനും സുഹൃതം കൊണ്ട് ധനം, വിദ്യ ഇത്യാദി വിഷയങ്ങൾ ഉണ്ടാവുന്നവനും, സുധി നല്ല ബുദ്ധിയുള്ളവനും, ധീ എന്ന് പറഞ്ഞ ബുദ്ധിയുള്ളവനും, സദസ്സുകളിൽ ബഹുമാനിക്കപ്പെടുന്നവനും ധനവാനും ആയിരിക്കും എന്നുള്ളത്. എങ്കിലും 4 മൃഗങ്ങളിൽ നിന്നും ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം ചതുഷ്പാദോത്പന്ന പീഡാംഗോ എന്നും കൂടി പറയുന്നുണ്ട്. അതായത് 4 നിന്ന്, ഇന്നത്തെ കാലത്ത് അതിനെ 4 എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് 4 ഉണ്ടാവും. ചിലവരെ പന്നിയൊക്കെ ഇടിച്ച്, സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ പന്നി ഇടിച്ച് വീണ ആക്സിഡൻ്റൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. 9-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുകയും അതിൻ്റെ 22-ാം ദ്രേക്കാണാധിപൻ ദശ നടത്തുകയും 9-ാം ഭാവാധിപൻ 2-ൽ നിന്നുകൊണ്ട് മാരകസ്ഥാനത്ത് 2-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് അപഹാരം നടത്തുകയും ചെയ്യുമ്പം ഉറപ്പായിട്ടും പന്നി ഇടിച്ച് വീണ് ഒരു ഫലമുണ്ട്. ഞാൻ അതുകൊണ്ട് ഇത് എടുത്തു വെച്ചത്. ഈ പ്രമാണങ്ങൾ പൊതുവേ സാധാരണ പരാശരഹോരയിലും അല്ലെങ്കിൽ ഉള്ള പ്രമാണങ്ങളല്ല ഞാനീ പറയുന്നത്. ഇത് പക്ഷേ എനിക്ക് വളരെ എഫക്റ്റീവായിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമാണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫലദീപികയിലൊന്നുമല്ല, അതിലും ഇതേ സമാനമായിട്ടുള്ള പല പ്രമാണങ്ങളും പറയും. ഇതൊരു കാശ്മീർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രന്ഥമാണിത്. അപ്പം ഇതിൽ ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുകൾ ഏൽക്കും
എന്നുള്ളതാണ്. അപ്പം വണ്ടി ആക്സിഡൻറ്റുകൾ വരാനുള്ള സാധ്യതയായിട്ട് ഇതിനെ കാണണം. അപ്പോൾ രണ്ടാം ഭാവം വാക്ഭാവമാണ്, കുടുംബഭാവമാണ്. ഇവർ സംസാരിക്കുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ നല്ലത് പറയാൻ ബലവാനായ ഗ്രഹമാണെങ്കിൽ ആ ഗ്രഹത്തിനനുസരിച്ച് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവർക്ക് ഫിനാൻസ് ഗുണമുണ്ടാവും. 9 പ്രകൃതിയല്ലേ, അപ്പം 2 അത് വരുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷണൽ സ്പീക്കിംഗ് വരാം, ഫാമിലി ബിസിനസ്സിൽ എന്നിവയിൽ തിളങ്ങാനുള്ള കഴിവുണ്ടാവാം, വാഹനാപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെ വളർത്തുമൃഗങ്ങളിൽ നിന്ന്, നാൽക്കാലി എന്ന് പറയുമ്പോൾ വേണം, വളർത്തുമൃഗങ്ങളിൽ നിന്നും അലർജി, ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയൊക്കെ അതിനെ വരാം. അപ്പം പൊതുവേ 9ാം ഭാവാധിപൻ 9, 10, 11, 12, 1, 2 9ൻ്റെ 6ാം ഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര നല്ലതല്ല ഈ 9ാം ഭാവം. 9ാം ഭാവാധിപൻ 2ൽ നിന്ന് ഭൗതികപരമായിട്ടുള്ള കുറേ ഗുണങ്ങൾ കൊടുക്കും. ആത്മീയപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ചില ഭാവചിന്തയിൽ ഭാവത്തിൻ്റെ 6ലായതുകൊണ്ട് 9ാം ഭാവം അധിപൻ 2ൽ നിൽക്കുമ്പോൾ പ്രശസ്തനാവാനും അതുപോലെ പുണ്യകർമ്മങ്ങൾ ചെയ്യാനും ബഹുമാനം സദസ്സുകളിൽ നിന്ന് ലഭിക്കാനും ഒക്കെ ഗുണമുണ്ടാവുമെങ്കിലും അച്ഛൻ നിമിത്തമൊക്കെ ദുഃഖമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാനുള്ള സാധ്യതകൾ ചിലപ്പം വരും. അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് കിട്ടേണ്ട ധനം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ പോവുക, അങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ അച്ഛനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ വരാം. കാരകനായ രവിയുടെ കാര്യവും കൂടെ അതിനകത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മുൻജന്മത്തിൽ ഇതിൻ്റെ ഒരു കാർമിക് മെറിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ മുൻജന്മത്തിൽ കർമ്മത്തോടും കുലത്തോടും നീതി പുലർത്തിയതിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ തന്നെ നല്ല കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ചുറ്റുപാടുകളോ ഉണ്ടാവും. ഇല്ലെങ്കിലും ഈ 9ാം ഭാവമോ 9ാം ഭാവാധിപൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെയോ അധിപൻ്റെയോ അല്ലെങ്കിൽ ബലവാനായ ഒരു ഗ്രഹത്തിൻ്റെ ദശയോ അപഹാരമോ നടക്കുമ്പോൾ നിങ്ങൾക്ക് ജനിച്ച ജീവിത സാഹചര്യത്തിൽ നിന്ന് നല്ല ഉയർന്ന രീതിയിൽ ധനം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പുണ്യഭാവാധിപൻ 2ാം ഭാവത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന്, അതായത് 2ാം ഭാവം ധനം, വാക്ക്, വിദ്യ ഇത്യാദി വിഷയങ്ങളിൽ ഗുണമായിട്ട് വരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഇനി കാർമിക് ഡെപ്റ്റ് നോക്കാം. കുടുംബത്തിൻ്റെയും പ്രകൃതിയുടെയോ സമ്പത്ത് മുൻജന്മത്തിൽ ദുരുപയോഗം ചെയ്തതിൻ്റെ കടപ്പാടുകൾ വാക്കി നിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ജന്മത്തിൽ പ്രകൃതിയെയോ അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടിയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്, പ്രത്യേകിച്ച് അച്ഛനെ. അപ്പം ഈ ജന്മവും അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സംസാരത്തിൽ കടുത്ത വിനയം പുലർത്തുക. പക്ഷിമൃഗാദികൾക്കും പതിവായി ഭക്ഷണവും വെള്ളവും നൽകുക. വണ്ടികൾ നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നാൽക്കാലികൾക്ക് അന്നം കൊടുക്കാൻ ശ്രമിക്കുക. അത് പശുവിനോ അല്ലെങ്കിൽ ഗോദാനോ അല്ലെങ്കിൽ ഗോവിന് ആനയൂട്ടും ഒക്കെ നടക്കുമല്ലോ. എന്തെങ്കിലും സാധാരണ റോഡിൽ കാണുന്ന ശ്വാനന്മാർക്ക്, പട്ടികൾക്കായാലും കുഴപ്പമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ വണ്ടികൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇനി അടുത്തത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് 2ാം ഭാവത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 1ാം ഭാവാധിപൻ 1ാം ഭാവത്തിലേക്ക് ലഗ്നാധിപൻ 9 ഇങ്ങനെയൊക്കെയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 2ാം ഭാവാധിപൻ 9, 9ാം ഭാവാധിപൻ 2ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൗതിക സുഖത്തിനത് നല്ലതാണ്, ഭൗതികപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് നല്ലതാണ്. പക്ഷേ മനസ്സമാധാനത്തിനും ആത്മീയ വളർച്ചയ്ക്കൊക്കെ കുറേ തടസ്സങ്ങൾ അതുണ്ടാക്കും. എല്ലാം ഉണ്ടായിട്ടും സമാധാനക്കേടാണ് ഈ 9-2 പരിവർത്തനം കേട്ടോ. അതിനെക്കുറിച്ച് പിന്നീട്, പരിവർത്തന യോഗങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം നമുക്ക് ഭാഗ്യേശൻ 3ാം ഭാവത്തിൽ സഹജഭാവത്തിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. ഭാഗ്യേശി സഹജേ ദക്ഷസ്തേജസ്വി ബന്ധുവത്സല അക്ഷീണ കർമ്മകൃത്. ഭാഗ്യേശൻ 3ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സമർത്ഥനും ദക്ഷസ്തേജസ്വി തേജസ്സുള്ളവനും ബന്ധുക്കളെ സ്നേഹിക്കുന്നവനുമായിരിക്കും. ബന്ധുവത്സല, ബന്ധുക്കൾക്ക് ഇഷ്ടമുള്ളവനും ബന്ധുക്കളോട് താല്പര്യമുള്ളവനും സൗഹൃദങ്ങളോട് താല്പര്യമുള്ളവനും ഒക്കെ ആയിരിക്കും. അതുപോലെ അക്ഷീണ കർമ്മകൃത്, ഉത്സാഹി,
അക്ഷീണനായിട്ട്, അതായത് മടുപ്പില്ലാതെ എപ്പോഴും കർമ്മനിരതനായിട്ട്, അക്ഷീണ കർമ്മകൃത്ത്, ഒരു ക്ഷീണമില്ലാതെ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഇഷ്ടം. അതായത് ഇവർക്ക് മടുപ്പേ ഉണ്ടാവില്ല എന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിൽ സന്തോഷവും പുണ്യവും അനുഭവിക്കുന്നവരായിരിക്കും. 9-ാം ഭാവാധിപൻ 3-ൽ നിന്നാൽ കർക്കിടകം രാശിക്ക് 9-ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം കന്യയിൽ നിന്നുള്ള ഒരാളുടെ ജാതകം പറഞ്ഞു ഈ പ്രമാണം, ഈ ഭാഗ്യേശേ സഹജേ ദക്ഷസ്തേജസ്വി ബന്ധുവത്സല അക്ഷീണ കർമ്മദൃക് എന്നുള്ള ആ ഒരു കൃത്യമായിട്ട് ഉണ്ട്. അതിനത് സുഖി എന്നുള്ള സുഖിവാനാണ്. അത് എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് അങ്ങനെ അല്ലാതെയും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു പ്രമാണം, ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രമാണ ശ്ലോകങ്ങൾക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഭാവചിന്തയിൽ കുറേ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3-ാം ഭാവം എന്ന് പറയുന്നത് 9-ാം ഭാവത്തിൻ്റെ നേരെ 7-ാം ഭാവമാണ്. 7th from 9th, അതായത് 9-ൽ നിന്നും 7, 3-ൽ നിന്നും 7 9 എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കഠിനാധ്വാനത്തിലൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന സമസപ്തമമാണ്. ഈ ഭാവങ്ങൾ തമ്മിൽ ഒരു സമസപ്തമ യോഗമുണ്ട്, തമ്മിലൊരു ബന്ധമുണ്ട്. ഒരു ഭാവം ഒരു ഭാവത്തെ ഇട്ട് കൊടുക്കില്ല. 1-ാം ഭാവത്തിന് പൂർണ്ണതയ്ക്ക് 7-ാം ഭാവവും വേണം. അപ്പോൾ എപ്പോഴും ഒരു 7-ൻ്റെ ഗുണങ്ങളും 1-ൻ്റെ ഗുണങ്ങളും തമ്മിലൊരു ചേർച്ചയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ 3-ാം ഭാവവും 7-ഉം. ഈ ധൈര്യം, വീര്യം, ദുർബുദ്ധി ഒക്കെ മോശമായിട്ട് പോകുന്നത് 9 മോശമാകുമ്പോഴാണ്. 9 മോശമാവുകയും 9-ാം ഭാവാധിപൻ 6-8-12 പോവുകയും അതുപോലെ തന്നെ 3-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും ഒക്കെ കൂടെ നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതിയുടെ അനുഗ്രഹം ഉണ്ടാകത്തില്ല. ഇവർ തലതിരിഞ്ഞു പോകും. അതേ സമയത്ത് 9-ൽ ചൊവ്വ വന്നാലും 9-ൽ ചൊവ്വ നിൽക്കുകയാണെങ്കിലും 9-ാം ഭാവാധിപൻ ബലവാനായിട്ട് 3-ൽ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് കഠിനാധ്വാനത്തിലൂടെയൊക്കെ മുന്നേറാം. ഈ ദുർബുദ്ധിയൊന്നും വർക്ക് ചെയ്യത്തേയില്ല. അപ്പോൾ അവർ എഴുത്ത്, ജേർണലിസം, IT, ഡിജിറ്റൽ മീഡിയ, യാത്രകൾ, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്ത് വലിയ വിജയം ലഭിക്കുകയും ചെയ്യും എന്ന് പല ആധുനിക ഗവേഷണങ്ങളും അസ്ട്രോളജി ബേസ് ചെയ്തിട്ടുള്ള ഗവേഷകരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ സ്വന്തം കഴിവുകളെ നന്നായിട്ട് വികസിപ്പിച്ചെടുത്ത ആത്മാവാണ് ഇതെന്നുള്ളതും കൂടി ഓർക്കുക. 9-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹായ മനസ്കൃതി, സഹാനുഭൂതി, സുഹൃത്തുക്കളോട് സ്നേഹം ഇത്യാദികൾ വരും. സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ത്യാഗം ചെയ്യും. ഈ ജന്മത്തിൽ ഒരുപാട് പ്രതിഭ ഉണ്ടാവും. 5-ാം ഭാവാധിപനും 3-ാം ഭാവാധിപനും കൂടെ യോഗം ചെയ്ത് 3-ൽ നിന്നാൽ കേരളത്തിലെ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാ നടൻ്റെ, കംപ്ലീറ്റ് ആക്ടറിൻ്റെ ജാതകത്തിൽ 3-ാം ഭാവത്തിൽ 5-ാം ഭാവാധിപനായ ശനിയും 3-ാം ഭാവത്തിൽ 3-ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴവും 9-ൻ്റെ കാരകനും കൂടിയാണ് വ്യാഴം കൂടെ നിൽക്കുകയും ചെയ്ത ഒരു ഇതുണ്ട്. അപ്പോൾ ആ 3 പറയുന്നത് 3, 5 ഒരുമിച്ച് വരിക, 3, 9 ഒരുമിച്ച് വരിക, ഇതൊക്കെയെന്ന് പറയുന്നത് വലിയ ഭാഗ്യയോഗങ്ങളാണ്. ഈ 3, 5 ഒരുമിച്ച് യോഗം വരുന്നതെന്ന് പറയുന്നത് സർഗാത്മകതയും 3, 9 ഒരുമിച്ച് യോഗം വരുന്നത് ശരിക്കും ഭാഗ്യമാണ്. അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് വളരുകയും ഒക്കെ ചെയ്യും. അപ്പം മുൻജന്മത്തിൽ ഇളയ സഹോദരങ്ങളോടോ സുഹൃത്തുക്കളോടോ ചെയ്യേണ്ട കടമകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് 3-ാം ഭാവത്തിൽ 9-ാം ഭാവാധിപൻ ബലക്ഷയം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് മടി കൂടാനുള്ള സാധ്യതയുണ്ട്. മടി കാരണം പല അവസരങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം കഴിഞ്ഞ ജന്മത്തിൽ. അതുകൊണ്ട് ഈ ജന്മത്തിലും അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ വരും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെയോ സഹപ്രവർത്തകരെയോ സഹായിക്കുക, ഒരിക്കലും മടിക്ക് അടിമപ്പെടാതിരിക്കുക, ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യുക, ഗുരു പറയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ജപം ഇത്യാദി കാര്യങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ വാക്ക് പലപ്പോഴും ഭാഗ്യനാശത്തിനും ശാപതാപങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
മൂന്നാം ഭാവത്തിൽ 9-ാം ഭാവാധിപൻ നിന്നാലുള്ള ഫലം. ഇനി നമുക്ക് 4-ാം ഭാവത്തിൽ സുഖഭാവത്തിൽ 9-ാം ഭാവാധിപൻ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. ഭാഗ്യേശേ തുര്യകേ പിതൃഭക്ത പിതൃഹിതോ നര സുഹൃതേർ വിദിതോ ഭോഗി തേജസ്വീ ച ഭവേ നര. ഭാഗ്യേശൻ 4-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ പിതാവിനെ അങ്ങേയറ്റം ഭക്തിയോടെ ശുശ്രൂഷിക്കുന്നവനും പിതാവിന് പ്രിയപ്പെട്ടവനുമായിരിക്കും. പൊതുവെ 4-ാം ഭാവം അമ്മയെക്കുറിച്ചല്ലേ പറയുന്നത്. അമ്മയുടെ ഭാവമാണ് 9, 10, 11, 12, 1, 2, 3, 4. വാസ്തവത്തിൽ ഇത് അമ്മയെക്കുറിച്ച് പറയേണ്ട ഭാഗം. എന്തുകൊണ്ട് ആചാര്യൻ ഇത് പറയുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രശസ്തനാവും, ഭൗതിക സുഖങ്ങളിൽ നല്ല താല്പര്യമുണ്ടാവും. അതായത് നല്ല രീതിയിൽ ഭൗതിക വീട്, വണ്ടി, വാഹനങ്ങൾ, പിന്നെ സുഖഭാവമല്ല, അപ്പം എല്ലാ തരത്തിലുള്ള സുഖങ്ങളോടും നല്ല താല്പര്യം ഉണ്ടാവും. തേജസ്വി ആയിരിക്കും എന്നുള്ളതാണ്. 9-ാം ഭാവാധിപൻ 4-ൽ നിന്നാൽ. 4-ാം ഭാവം മാതാവുമാണ്, വീടുമാണ്. 9-ാം ഭാവം പിതാവുമാണ്. അപ്പം മാതാപിതാക്കളുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഈ അച്ഛനമ്മമാരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ചിലപ്പം മാതാവിന് ഭർത്താവിനോടൊരു കുഴപ്പമുണ്ടാച്ചാൽ അച്ഛനോടൊരു അടുപ്പം ഈ ഒരു വ്യക്തി കാരണം, അതായത് പറയില്ലേ മകനുള്ളത് കൊണ്ടാണ് ഡിവോഴ്സ് ആവാതെ പോയത്, അല്ലെങ്കിൽ മകളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയില്ല. അപ്പം ഈ അച്ഛൻ്റെ അമ്മയുടെ ഇടയിൽ ഒരാളായി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അച്ഛനോട് പ്രിയമുള്ളവനായി എന്നാൽ അമ്മയോട് സ്വസിദ്ധമായി തന്നെ ഇഷ്ടമുള്ളവനായി ഇഷ്ടമുള്ളവളായി ജാതകൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് സ്വന്തം ജന്മനാട്ടിലോ സ്വന്തം അമ്മയുടെ പേരിൽ വസ്തുക്കളോ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. കേതു നിന്നാൽ ചെയ്യരുത്. 4-ൽ കേതു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുമായിട്ടോ അമ്മയായിട്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുമായിട്ടോ ഡിറ്റാച്ച്മെൻറ്റ് വരും. പക്ഷേ 9-ാം ഭാവാധിപൻ 4-ൽ ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജന്മനാട്ടിലോ അതുപോലെ തന്നെ ഒരു പക്ഷേ അമ്മയുടെ കുടുംബത്തിൽ നിന്നൊക്കെ വസ്തുവകകളോ വരാനും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റും ആഡംബര വാഹനങ്ങൾ എന്നിവയൊക്കെ എളുപ്പത്തിൽ ലഭിക്കാനും അമ്മ വഴിയുള്ള സ്വത്തുക്കൾ, അമ്മയുടെ ആഭരണങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ വരാനും അമ്മ പറയുന്ന കേട്ട് ഗുണമായിട്ട് വരാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുമുണ്ട്. എന്നാൽ അച്ഛനോട് കടുത്ത ബഹുമാനവും ഉള്ള ആളായിരിക്കാം എന്നും പറയുന്നു. കഴിഞ്ഞ ജന്മത്തിൽ മാതാപിതാക്കളെ ദൈവതുല്യം വണങ്ങി സംരക്ഷിച്ചതിൻ്റെ പരമായ പുണ്യമാണ് ഈ ജന്മത്തിൽ ലഭിക്കുന്ന വീടും വാഹനവും മനസമാധാനവും എന്ന് ഓർക്കുക. ബലവാനായ 9-ാം ഭാവാധിപൻ, പാവബന്ധമില്ലാത്ത 9-ാം ഭാവാധിപൻ, കാരകൻ ബലം വരണം. ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും മൂവർക്കും ബലമുണ്ടെങ്കിൽ ഭാവബലമുണ്ടാവുന്ന ഭാവത്തിൻ്റെ അധിപൻ നോക്കണം. 9-ാം ഭാവത്തിൽ ഇത് ഈ പറയുമ്പോൾ 9-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുന്ന ഫലം മാത്രമാണ്. ഇനി 9 വല്ല ഗുളികനുമാണ് നിൽക്കുന്നതെങ്കിൽ ഫലം ഇതിൽ നിന്ന് മാറും. ഇനി 9-ാം ഭാവാധിപനായ വ്യാഴം 6, 8, 12-ലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഫലത്തിൽ 80% വരില്ല. അപ്പം ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും 3 പേരുടെയും ബലം നോക്കണം. അപ്പം നമുക്ക് അങ്ങനെ ഈ ഒരു ഭാവം മാത്രമാണ് 9-ാം ഭാവാധിപൻ 4-ൽ നിന്നാലുള്ള ഫലമാണ്. അപ്പം ഈ ജന്മത്തിൽ വീടും വാഹനവും മനസ്സമാധാനവും ഒക്കെ പൂർവ്വപുണ്യപരമായിട്ട് ലഭിക്കുകയും ചെയ്യും. പരദേവതയോട് കുടുംബത്തിൻ്റെ പൂർവികർ ആചരിച്ചിരുന്ന, അമ്മ വഴി ആചരിച്ചിരുന്ന ആ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങളുടെ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും നിങ്ങളുടെ പ്രകൃതി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയും കാർമിക് ഡെപ്റ്റ് നോക്കാം നമുക്ക്. കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയോ മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയോ മുൻജന്മത്തിൽ മാറ്റിവെച്ച ചില കടമകൾ ഈ ജന്മത്തിൽ പൂർത്തിയാക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം പ്രായമായ മാതാപിതാക്കളെ വഴിയിൽ കളയാതിരിക്കുക 9-ാം ഭാവാധിപൻ 4-ൽ നിന്നാൽ. കാരണം ഈ 9, 10, 11, 12, 1, 2, 3, 4
8ാം ഭാവമാണ് 9ൻ്റെ. ഒരു 6-8 ബന്ധമുണ്ട്, ഒരു തട, ഒരു മുടക്കം വരും എന്നുള്ളതാണ്. 9ാം ഭാവാധിപൻ 4-ൽ, 4ാം ഭാവാധിപൻ 9ൽ നിന്നാൽ പൂർവജന്മത്തിൽ കടമകൾ പൂർത്തിയാക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ പ്രായമായ മാതാപിതാക്കളെ നന്നായി നോക്കുക, കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുക, പരദേവതയെ, കുലാചാരത്തെ, പൂർവികരാചരിച്ചിരുന്ന ആചാരത്തെ ഭംഗിയായിട്ട് കൊണ്ടുപോകുവാൻ നോക്കുക. ഇത്രയൊക്കെയാണ് 9ാം ഭാവാധിപൻ 4ൽ നിന്നാലുള്ള ഫലം. ഇനി ഭാഗ്യേശൻ പുത്രഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. ഈ വീഡിയോ അത്യാവശ്യം ലെങ്തായി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.